السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ولو تقول علينا بعض الأقاويل لأخذنا منه باليمين ثم لقطعنا منه الوتين فما منكم من أحد عنه حاجزين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രവാചകന്മാരിലുള്ള വിശ്വാസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ മഹാന്മാരായ പ്രവാചകന്മാര് മുഴുവനും മനുഷ്യരാണെന്ന് മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും സമ്പൂർണരായ മനുഷ്യരാണവർ എന്നത് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വളരെ കൃത്യമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഈമാൻ കാര്യങ്ങളിൽ പ്രവാചകന്മാരിലുള്ള വിശ്വാസം എന്ന് പറയുക മാത്രമല്ല, എങ്ങനെയൊക്കെ നമ്മൾ മഹാന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ച് പഠിക്കണം, മനസ്സിലാക്കണം എന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. മഹാന്മാരായ പ്രവാചകന്മാർ അവരുടെ ശാരീരികമായ രൂപത്തിലും അതുപോലെ തന്നെ അവരുടെ സ്വഭാവങ്ങളിലും എല്ലാം തികഞ്ഞവരായ സംശുദ്ധരായ ആളുകളാണ് എന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അമ്പിയാക്കളെ സംബന്ധിച്ച് വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തി, ഇന്നൽ അംബിയാ ഫീ ഖൽഖിഹിം വ ഖുലുഖിഹിം അലാ ഗായത്തിൽ കമാൽ വഅന്ന മൻ നസബ നബിയൻ ഇലാ നഖ്സിൻ ഫീ ഖിൽഖതിഹി ഫഖദ് ആദാഹ് വയുഖ്ശാ അലാ ഫാഇലിഹിൽ കുഫ്ർ. അദ്ദേഹം പറയാണ്, തീർച്ചയായും പ്രവാചകന്മാർ, അംബിയാക്കൾ, ഫീ ഖൽഖിഹിം അവരുടെ സൃഷ്ടിപ്പിൽ അഥവാ അവരുടെ ശാരീരികമായ രൂപത്തിൽ, അതുപോലെ തന്നെ വഖുലുഖിഹിം അവരുടെ സ്വഭാവത്തിലും, അവരുടെ ആകാരത്തിലും രൂപത്തിലും അവരുടെ സ്വഭാവത്തിലുമെല്ലാം അലാ ഗായത്തിൽ കമാലി പരിപൂർണതയുടെ എല്ലാ നിലക്കും തികഞ്ഞവരായിരിക്കും അമ്പിയാക്കന്മാർ. ഒരു പോരായ്മയും അവരിൽ ഉണ്ടാവില്ല. അവരുടെ സ്വഭാവരംഗത്തും അതുപോലെ തന്നെ അവരുടെ ശാരീരികമായ രൂപത്തിലും ഏതെങ്കിലും നിലക്കുള്ള ഒരു വൈകല്യം നമുക്ക് കാണാൻ സാധ്യമല്ല. മുടന്തനായ ഒരു പ്രവാചകൻ ഉണ്ടാവില്ല. അതല്ലെങ്കിൽ കേൾവിശക്തിയില്ലാത്തൊരു പ്രവാചകൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും നിലക്കുള്ള വൈകല്യങ്ങളുള്ള ഒരു പ്രവാചകൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സൃഷ്ടിപ്പിൽ തന്നെയും അവരുടെ സ്വഭാവത്തിലുമൊക്കെ സമ്പൂർണതയാണ് നൽകിയിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഅന്ന മൻ നസബ നബിയൻ, ആരെങ്കിലും ഏതെങ്കിലും ഒരു നബിയിലേക്ക് ചേർത്ത് പറഞ്ഞാൽ, ഇലാ നഖ്സിൻ, ഒരു നബിയെ സംബന്ധിച്ച് ഫീ ഖിൽഖതിഹി
അദ്ദേഹത്തിന്റെ സൃഷ്ടിപ്പിൽ ആളുകൾക്ക് വെറുപ്പുള്ള, ആളുകൾക്ക് അദ്ദേഹത്തോട് വിരക്തി തോന്നിക്കുന്ന ഏതെങ്കിലും നിലക്കുള്ള ഒരു മോശപ്പെട്ട കാര്യം അല്ലെങ്കിൽ ന്യൂനത, കുറവുണ്ടെന്ന് പറഞ്ഞാൽ ഫഖദ് ആദാഹു, അവൻ ആ പ്രവാചകനെ ബുദ്ധിമുട്ടിക്കുകയാണ്, അവൻ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല വയുഖ്ശാ അലാ ഫാഇലിഹിൽ കുഫർ, അത് പ്രവർത്തിക്കുകയും ചെയ്യുകയും പറയുന്നവനും ചെയ്യുന്നവന്റെ മേൽ കുഫർ വരെ ഭയപ്പെടേണ്ടതുണ്ട്, കാഫറായി പോകുന്ന ആ രൂപത്തിലുള്ള ഒരു വിശ്വാസമാണത് എന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു. അദ്ദേഹം ഇത് രേഖപ്പെടുത്തുവാനുണ്ടായ ഒരു സന്ദർഭമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിലെ 69-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തകൂനൂ കല്ലദീന ആദൗ മൂസാ ഫബറഅഹുല്ലാഹു മിമ്മാ ഖാലൂ വകാന ഇൻദല്ലാഹി വജീഹാ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അല്ലാഹു വിളിക്കാണ് സത്യവിശ്വാസികളെ, ലാ തകൂനൂ, നിങ്ങളായിത്തീരരുത് കല്ലദീന ആദൗ മൂസ, മൂസാ നബി അലൈഹിസ്സലാമിനെ ദ്രോഹിച്ചവരെ പോലെ നിങ്ങളാവരുത്. മൂസാ നബി അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിന്റെ ജനത പല രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിമർശിച്ചു, ബുദ്ധിമുട്ടിച്ചു, ദ്രോഹിച്ചു. അതുപോലെ നിങ്ങളാവരുത് വിശ്വാസികളെ എന്ന് അല്ലാഹു തആല പറയാണ് ഈ ഉമ്മത്തിനോട്. മൂസാ നബി അലൈഹിസ്സലാമിനെ ബനൂ ഇസ്രായേലരായ ജനത പല രൂപത്തിലുള്ള വിമർശനങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചതുപോലെ, പീഡിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ നിങ്ങളായിത്തീരരുത്. റസൂലുള്ളാഹിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ പറയരുത്. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജനത അരുതാത്തത് പറഞ്ഞപ്പോൾ അല്ലാഹ് എന്താ ചെയ്തത്? ഫബറഅഹുല്ലാഹു മിമ്മാ ഖാലു, അവര് പറഞ്ഞുണ്ടാക്കിയത് വാസ്തവ വിരുദ്ധമായിരുന്നു, അവര് പറഞ്ഞത് ശരിയായിരുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അവര് പറഞ്ഞ വൈകല്യം ശരിയായിരുന്നില്ല എന്ന നിലക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെന്തൊരു വൈകല്യമാണോ മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ആക്ഷേപിച്ചതെങ്കിൽ അതിൽ നിന്നും അദ്ദേഹത്തെ അല്ലാഹു മുക്തനാക്കി, അത് തെളിയിച്ചു കൊടുത്തു ജനങ്ങൾക്ക് മുമ്പിൽ. നിങ്ങൾ ആ പറഞ്ഞത് ശരിയല്ല. വകാന ഇൻദല്ലാഹി വജീഹ, അദ്ദേഹം അള്ളാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായി സ്ഥാനമുള്ള, വജീഹായ പദവിയുള്ള ഒരു മഹാനായ പ്രവാചകനായിരുന്നു. ഈ ആയത്തിന്റെ വിശദീകരണം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഇവിടെ എന്താണ് മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ആളുകൾ പറഞ്ഞ വൈകല്യം? പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ ആധികാരിക വ്യാഖ്യാതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണല്ലോ, അതിലൊരു സംശയവുമില്ല. ഈ ആയത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ സന്ദർഭം പറയുന്നുണ്ട്. ശാരീരികമായി മൂസാ നബി അലൈഹിസ്സലാമിന് ചില വൈകല്യങ്ങളുണ്ട് എന്ന് ബനൂ ഇസ്രായേലരായ ആളുകൾ പറഞ്ഞു. ഇവിടെ മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ആദ്യം അദ്ദേഹത്തിന്റെ എതിരാളിയായ ഫിർഔനും മറ്റാളുകളുമൊക്കെ മൂസ സാഹിറാണ്, മജീഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് ആ വാദങ്ങളുടെയൊക്കെ മുനയൊടിക്കുന്ന നിലക്ക് ഫറോവയുടെ മജീഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൃത്യമായ മുഅ്ജിസത്ത് പ്രകടിപ്പിച്ചപ്പോൾ ഫിർഔനും അവന്റെ ആളുകളുമൊക്കെ ഉത്തരമുട്ടിയതാണ്. പിന്നീട് മൂസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലരെയും കൊണ്ട് ചെങ്കടൽ കടന്ന് ഫലസ്തീനിലെത്തി. ഫറോവയും അവന്റെ ആളുകളുമൊക്കെ മുക്കി നശിപ്പിക്കപ്പെട്ടു. പിന്നീട് വിശ്വാസികളായ ആളുകളെയും കൊണ്ടാണ് മൂസാ നബി അങ്ങോട്ട് പോകുന്നത്, കടൽ കടന്ന് ഫലസ്തീനിൽ എത്തുന്നത്. പക്ഷേ ഈ ബനൂ ഇസ്രായേലർക്ക് ഒരു സ്വഭാവമുണ്ടായിരുന്നു. അവരെപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ ഓരോന്ന് ചികഞ്ഞുകൊണ്ടിരിക്കും. അത് അവരുടെ ഒരു സ്വഭാവ, ഇന്നുമുണ്ട് ആ സ്വഭാവം. എപ്പോഴും ഒരു നല്ല നിലക്ക് നിൽക്കൂല, എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലാ തസ്അലു അൻ അശ്യാ ഇൻ തുബ്ദലക്കും തസൂക്കും, നിങ്ങൾ ഇങ്ങനെ അനാവശ്യമായ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കരുത്. ബനൂ ഇസ്രായേലരുടെ ഒരു സ്വഭാവമായിരുന്നു അത്. വേണ്ടതിനും വേണ്ടാത്തതിനും കാര്യമില്ലാത്തതിനും ഒക്കെ അങ്ങനെ പ്രവാചകനോട് ഇങ്ങനെ ചോദ്യം ചോദിച്ച്, ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യൂല, അതിന്റെ മുമ്പേ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്വഭാവം അത് ഇസ്രായേലർക്കും ബനീ ഇസ്രായേലർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ആ കൂട്ടത്തിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം വളർത്തിയുണ്ടാക്കിയ ഈ ജനങ്ങൾ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞ ഒരു അപരാധമുണ്ട്. അതാണ് സഹീഹുൽ ബുഖാരിയിലും
അതുപോലെ തന്നെ മുസ്ലിമിലുമൊക്കെ സ്വഹീഹായ നിലക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയാവുന്ന ഒരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, എന്താണ് ആ സംഭവം? ഇന്ന മൂസ കാന റജുലൻ ഹയ്യൻ സിത്തീറ ലാ യുറാ മിൻ ജിൽദിഹി ശൈഉൻ ഇസ്തിഹ്യാഅൻ മിൻഹു. മൂസ നബി അലൈഹിസ്സലാമിന് വളരെ ലജ്ജാശീലനായ ഒരു പ്രവാചകനായിരുന്നു. വളരെ നാണവും ലജ്ജയുമായിരുന്നു അദ്ദേഹം. ആളുകളിൽ നിന്നൊക്കെ മാറിപ്പോയിട്ടാണ് അദ്ദേഹം പലപ്പോഴും കുളിക്കുകയൊക്കെ ചെയ്യുക. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, കാനത്ത് ബനൂ ഇസ്രായേൽ മക്കളുടെ സ്വഭാവം എന്തായിരുന്നു? യഗ്തസിലൂന ഉറാത്തൻ, അവര് സമ്പൂർണ്ണ നഗ്നരായിട്ടാ കുളിക്കുക. ബനൂ ഇസ്രായേലര് സമ്പൂർണ്ണ നഗ്നരായിട്ടാണ് അവർ കുളിക്കാറുണ്ടായിരുന്നത്. മാത്രമല്ല എന്നൊരു ബഅ്ളുഹും ഇലാ ബഅ്ള്, ചിലരിലേക്ക് അവര് പരസ്പരമൊക്കെ നോക്കി, അതൊരു വിഷയമല്ലായിരുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ശരീരത്തിലുള്ള ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ അങ്ങനെ നഗ്നമായിട്ട് കുളിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു അവര്. ആ കാലത്തും മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്തു ചെയ്യും? ആളുകൾക്കിടയിൽ അങ്ങനെ കുളിക്കാൻ പോകൂല. അദ്ദേഹത്തിന്റെ ബോഡിയും ശരീരവും ഒക്കെ ഒരാൾ കാണുന്നത് വല്ലാത്തൊരു ലജ്ജാശീലനായ ആളായിരുന്നു. അതുകൊണ്ട് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മേനിയിൽ നിന്ന് ഒന്നും ഒരാൾ കാണാതിരിക്കാൻ വേണ്ടി ലജ്ജാശീലമുള്ളത് കൊണ്ട് അദ്ദേഹം ഒറ്റക്ക് പോയിട്ടാ കുളിക്കാൻ. അതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവം. ഫആദാഹു മൻ ആദാഹു മിൻ ബനി ഇസ്രായീൽ. അപ്പൊ ഇസ്രായേൽ മക്കളിൽപ്പെട്ട ആ നാട്ടിലെ ചില ആളുകൾ ഇതിന്റെ പേരിൽ അദ്ദേഹത്തെ പറഞ്ഞ് പ്രയാസപ്പെടുത്താൻ തുടങ്ങി. ഫഖാലു, അവര് പറഞ്ഞു, മാ യസ്തതിറു ഹാദ തസത്തുർ ഇല്ലാ മിൻ ഐബിൻ ഫീ ജിൽദിഹി. ഈ മൂസ നമ്മുടെ കൂട്ടത്തിലൊന്നും കുളിക്കാൻ വരാതെ ഒഴിഞ്ഞു പോയി കുളിക്കുന്നതിന്റെ പിന്നിലൊരു സ്വകാര്യത ഉണ്ട് എന്ന് പറഞ്ഞവര് പരത്താൻ തുടങ്ങി. എന്താ അവര് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ തൊലിക്ക് നമുക്ക് കാണാൻ പറ്റാത്ത എന്തോ ഒരു വൈകല്യമുണ്ട്. ഇമ്മാ ബറസുൻ, ഒന്നുകിൽ വെള്ളപ്പാണ്ടോ കുഷ്ടോ എന്തൊക്കെ ഉണ്ട് മൂപ്പരിക്ക്. അതുകൊണ്ട് അത് കാണരുത് വിചാരിച്ചിട്ടാണ് നമ്മളെ കൂട്ടത്തിലൊന്നും കുളിക്കാൻ വരാതെ മൂപ്പര് ഒറ്റക്കൊഴിഞ്ഞു പോയി കുളിക്കുന്നത്. അദ്ദേഹത്തിന് വെള്ളപ്പാണ്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേറെ ഒരു സ്വകാര്യ അസുഖമുണ്ട് എന്ന് പറഞ്ഞ് ആ രൂപത്തിൽ ഉദറത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തരിവീക്കം എന്നൊക്കെ പറയില്ലേ, വൃഷ്ണം വീങ്ങി തടിക്കുന്ന ആ സ്വഭാവത്തിനാണ് ഉദറത്ത് എന്ന് പറയാ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതുണ്ട് എന്ന് പറഞ്ഞു. ഹെർണിയ, ഇങ്ങനെ തരിച്ചു നിൽക്കുന്ന ഒരു സ്വഭാവം. വൈമ്മ ആഫ, അതല്ലെങ്കിൽ വേറെ എന്തോ മൂപ്പർക്ക് ഒരു തകരാറുണ്ട്, പലതും ഉണ്ട്, അദ്ദേഹത്തിന്റെ ബോഡിയിൽ കാണിക്കാൻ പറ്റാത്ത പലതും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ പരിഹസിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് കൂട്ടത്തിൽ കുളിക്കാതെ അങ്ങനെ മൂപ്പര് ഒറ്റക്ക് പോയി കുളിക്കുന്നത്. നമ്മളൊക്കെ ഇപ്പൊ ഇവിടെ ഒന്നുമില്ലാതെ ഒന്നിച്ച് കുളിക്കുന്നില്ല, പരസ്പരം കാണുന്നില്ലേ, എന്താ മൂസ അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മൂസ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോ ഇന്നല്ലാഹ അറാദ അൻ യുബരിഅഹു മിമ്മാ ഖാലൂ ലിമൂസ. മൂസ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ആളുകളാ പറഞ്ഞു പരത്തുന്നത്. അള്ളാഹു അതിന്റെ നിരപരാധിത്വം ഒരു കുഴപ്പം മൂസക്കില്ലാന്ന് തെളിയിക്കാൻ വേണ്ടി അത്ഭുതകരമായ ഒരു സംഭവം നടക്കുകയാണ്. അതെന്താ? അങ്ങനെ മൂസ നബി അലൈഹിസ്സലാം പതിവ് പോലെ ഒരിക്കൽ അദ്ദേഹം ഒറ്റക്ക് കുളിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വസ്ത്രം ഒരു കല്ലിന്മേൽ അദ്ദേഹം വെച്ച് അദ്ദേഹം കുളിച്ചപ്പോൾ, കുളി കഴിഞ്ഞ് അദ്ദേഹം വസ്ത്രമുടുക്കാൻ വേണ്ടി ആ കല്ലിന്റെ സമീപത്തേക്ക് എത്തിയപ്പോൾ വഇന്നൽ ഹജറ ഹദാ ബിസൗബിഹി, വസ്ത്രം വെച്ചിട്ടുള്ള കല്ല് അവിടെ നിന്ന് ഓടുകയാണ്. കല്ലോട് മാനുഷികമായ ഒരു മുഅ്ജിസത്ത് അവിടെ നടക്കുകയാണ്. കല്ല് വസ്ത്രവും കൊണ്ട് ഓടുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ പിന്നാലെ കൂടി സൗബി ഹജർ, കല്ലേ എന്റെ തുണി, കല്ലേ എന്റെ വസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ കൂടി ആ ഓട്ടം ഏതുവരെ എത്തി? ഹത്തൻ തഹാ ഇലാ മലഇൻ മിൻ ബനി ഇസ്രായീൽ, ബനൂ ഇസ്രായേലരായ ഈ പറയുന്ന ആരോപകന്മാരായ ആളുകൾ കൂടിയിടത്തേക്ക് വരെ മൂസ നബി അലൈഹിസ്സലാമിന്റെ ഓട്ടമെത്തി. ഫറഔഹു ഉരിയാന, മൂസ നബി അലൈഹിസ്സലാമിന്റെ മേനി അവര് മുഴുവൻ കണ്ടു. ഒരു കുഴപ്പവുമില്ല. അള്ളാഹു അവര് ആ മൂസ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞു പരത്തിയതിൽ നിന്നെല്ലാം അദ്ദേഹം മുഖ്തനാണ് എന്ന് വളരെ കൃത്യമായി തന്നെ ജനങ്ങൾക്ക് ബോധ്യമായി. അങ്ങനെ അദ്ദേഹം വസ്ത്രം ധരിച്ചു, ദേഷ്യം പിടിച്ച് ആ കല്ലിന്മേൽ വടികൊണ്ട് പാട് വീഴുന്ന രൂപത്തിൽ ധാരാളം അടിയടിച്ചു എന്നിങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഹദീസിൽ സഹീഹുൽ ബുഖാരിയിലുണ്ട്, സഹീഹായ ഹദീസാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫദാലിക ഖൗലുഹു, ഇതാണ് അല്ലാഹ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ലാ തകൂനൂ കല്ലദീന ആദൗ മൂസ, മൂസയെ അവര് ദ്രോഹിച്ചതുപോലെ നിങ്ങൾ ദ്രോഹിക്കുന്നവരാകരുത്. ഫബറഅഹുല്ലാഹു മിമ്മാ ഖാലൂ,
അവര് പറഞ്ഞു പരത്തിയതിൽ നിന്ന് അല്ലാഹു മൂസ നബിയെ മുക്തനാക്കി. വകാന ഇൻദല്ലാഹി വജീഹാ, അദ്ദേഹം അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള മഹാനായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ സഹോദരന്മാരെ, എന്താണ് ഈ ഹദീസൊക്കെ ബുഖാരിയിലുള്ള ഹദീസാണ്. പക്ഷെ പലരും ഇതിനെ പരിഹസിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്, നിഷേധിക്കുന്നുണ്ട്. അത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്, അത് ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് പറയുന്നുണ്ട്, അതൊന്നും ഒരിക്കലും ഒരാളുടെ മുമ്പിൽ പറയാൻ പറ്റിയതല്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി അള്ളാഹുവിന്റെ വഹി അനുസരിച്ചുകൊണ്ട് ലോകത്ത് പറഞ്ഞതാണ്. യാതൊരു നിലക്കുമുള്ള തകരാറുമുള്ള ഹദീസ് അല്ല ഇത്. ഇവിടെ അള്ളാഹു ആ ഒരു ദൗത്യം എങ്ങനെയാണ് ജനങ്ങളെ മനസ്സിലാക്കേണ്ടത്, അതിനുള്ള തെരഞ്ഞെടുത്തൊരു മാർഗം എങ്ങനെയായിരുന്നു എന്ന് മാത്രം, അതിൽ കവിഞ്ഞ് അതിനെ സംബന്ധിച്ച് ശങ്കിക്കേണ്ടതില്ല. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? പ്രവാചകന്മാർക്ക് ആ നിലക്കുള്ള ഒരു വൈകല്യങ്ങളും ഉണ്ടാകൂല. ന്യൂനതകളിൽ നിന്ന്, അയ്ബുകളിൽ നിന്ന്, പോരായ്മകളിൽ നിന്ന്, വൈകല്യങ്ങളിൽ നിന്ന് അവർ മുക്തമായ നിലക്കായിരിക്കും. പിന്നെ പ്രായാധിക്യം കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. സൃഷ്ടിപ്പിൽ തന്നെ അവരിൽ വൈകല്യങ്ങൾ ഉണ്ടാവില്ല. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പലപ്പോഴും അതിരുകടന്ന രൂപത്തിൽ പലരും വ്യാഖ്യാനം പറയാറുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു വലിയ പരീക്ഷണം ഉണ്ടായി എന്നത് സത്യമാണ്. വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ദുർർ, എനിക്ക് വിഷമം ബാധിച്ചിരിക്കുന്നു റബ്ബേ എന്നാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത്. പക്ഷെ ഏത് നിലക്കുള്ള വിഷമമായിരുന്നു എന്ന് കൃത്യമായി ഖുർആൻ പറഞ്ഞിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും പഠിപ്പിച്ചിരുന്നിട്ടില്ല. എന്നാൽ അതിന് പലരും വ്യാഖ്യാനങ്ങൾ നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വലിയ ദുർഗന്ധം വമിക്കുന്ന രൂപത്തിൽ ശരീരത്തിൽ കുരുക്കൾ പൊട്ടി, അങ്ങനെ ശരീരം മുഴുവൻ പുഴുത്ത് നാറി, അദ്ദേഹത്തിന്റെ ദിക്ർ ചൊല്ലുന്ന നാവല്ലാത്ത ബോഡിയിൽ മുഴുവനും ദൂതത്തുകൾ അഥവാ പുഴുക്കൾ ഇങ്ങനെ അരിച്ച് അദ്ദേഹം ഇങ്ങനെ കൈകൊണ്ട് ഓരോ പുഴുവിനെയും ഇങ്ങനെ എടുത്ത് താഴേക്കിട്ടിരുന്നു. അത്രത്തോളം ജനങ്ങൾക്ക് വെറുപ്പുണ്ടാകുന്ന നിലക്ക്, അദ്ദേഹത്തോട് അടുക്കാൻ കഴിയാത്ത നിലക്ക് മാരകമായ ദുർഗന്ധം വമിക്കുന്ന വലിയ രോഗത്തിന് അദ്ദേഹം അടിമയായി എന്നൊക്കെ പലരും വ്യാഖ്യാനം പറയാറുണ്ട്. വാസ്തവത്തിൽ സഹോദരന്മാരെ, അത് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറയാവതല്ല. അദ്ദേഹത്തിന് വിഷമം ബാധിച്ചു, ബുദ്ധിമുട്ട് ബാധിച്ചു. അത് അദ്ദേഹം തന്നെ അള്ളാഹുവിനോട് പറയുന്നുണ്ട്, അന്നീ മസ്സനിയദ് ദുർറു വ അൻത അർഹമുർ റഹീമീൻ. അതിലപ്പുറം ജനങ്ങളൊക്കെ കൂടി അടുക്കാൻ പറ്റാത്ത നിലക്ക് പുഴുത്ത് നാറുന്ന, ശരീരത്തിൽ നിന്ന് മുഴുവൻ പുഴുക്കൾ ഇങ്ങനെ പൊന്തി വരുന്ന ആ ഒരു രൂപത്തിലായി എല്ലാവരും അദ്ദേഹത്തെ അകറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നമുക്ക് പ്രമാണങ്ങളുടെ പിൻബലം ഇല്ല. നമ്മളത് ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ പ്രവാചകന്മാര് അയ്ബുകളിൽ നിന്ന് മുക്തമായതായിരിക്കും, മുക്തമായവരായിരിക്കും. അതാണ് നമ്മുടെ വിശ്വാസം. കാരണം ജനങ്ങൾക്ക് അവർ മാതൃകയാണ്, അവരെ ചുറ്റിപ്പറ്റി ജീവിക്കേണ്ടവരാണ്, അവരിൽ നിന്ന് ഇസ്ലാം പഠിക്കേണ്ടവരാണ്. അതുകൊണ്ട് ജനങ്ങൾ കടുക്കാൻ പറ്റാത്ത നിലക്ക് അവരെ അകറ്റുന്ന, വിരക്തി ഉണ്ടാക്കുന്ന, വെറുപ്പുണ്ടാക്കുന്ന ദുർഗന്ധമോ ആ രൂപത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങളോ മഹാന്മാരായ പ്രവാചകന്മാരിൽ ഉണ്ടാവുകയില്ല. ഇതാണ് നമ്മുടെ ഉറച്ച വിശ്വാസം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പ്രവാചകന്മാരെ സംബന്ധിച്ചെല്ലാം നമ്മുടെ വിശ്വാസം അവരിൽ സിദ്ഖ് എന്ന് പറയുന്ന ഗുണം ഏറ്റവും മികച്ചു നിൽക്കുന്നു. ഒരു പ്രവാചകനും കള്ളം പറയില്ല, ഒരു കള്ളം പോലും ഒരു നബിയും പറയില്ല. സത്യസന്ധന്മാരാണ് മുഴുവൻ പ്രവാചകന്മാരും. സിദ്ഖുണ്ടവരിൽ, അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വഭാവശുദ്ധിയുടെ ഉടമകളായിരിക്കും ഓരോ കാലഘട്ടങ്ങളിലും നിയുക്തരാകുന്ന പ്രവാചകന്മാർ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു തന്നെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഓ നബിയേ തീർച്ചയായും താങ്കൾ ലഅലാ ഖുലുഖിൻ അളീം, ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്മേലാണ് താങ്കൾ നിലകൊള്ളുന്നത്. നല്ല സ്വഭാവമാണ് താങ്കളുടേത്, താങ്കൾക്ക് ഏറ്റവും നല്ല സ്വഭാവമാണുള്ളത് എന്ന് അല്ലാഹു തആല പ്രശംസിക്കുകയാണ്. ശത്രുക്കളെ പോലും അത് ആകർഷിച്ചു. അതുകൊണ്ടാണ് അസ്സാദിഖ് എന്ന് മുൻപുണ്ടായിരുന്ന ആളുകൾ പോലും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറഞ്ഞത്. സഫ്വാൻ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു അദ്ദേഹം മുസ്ലിമാകുന്നതിന്റെ മുമ്പ് റസൂലുള്ളാഹിനോട് അദ്ദേഹത്തിന് വല്ലാത്ത വെറുപ്പായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, വല്ലാഹി ലഖദ് അഅതാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അഅതാനി وإنه لأبغض خلق الله إلي فما زال يعطيني حتى إنه من أحب الناس إلي رواه مسلم.
അദ്ദേഹം പറയാണ്, എനിക്ക് അള്ളാന്റെ റസൂല് പലപ്പോഴും ശത്രുവായിരുന്നിട്ട് പോലും എനിക്ക് പലപ്പോഴും അള്ളാന്റെ റസൂൽ ഇങ്ങനെ പലതും നൽകിയിരുന്നു. അങ്ങനെ നൽകി എനിക്കേറെ ഞാൻ വെറുത്തിരുന്ന സൃഷ്ടികളിൽ ഞാൻ ഏറെ വെറുത്തിരുന്ന ഒരാളായിരുന്നു മുഹമ്മദ്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന്റെ ആ പെരുമാറ്റം കാരണത്താൽ എനിക്ക് മിൻ അഹബ്ബിന്നാസി ഇലയ്യ, ജനങ്ങളിൽ പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള ആളായിട്ട് മാറി എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിലുള്ള ആളുകൾ പറയുകയാണ്. തികഞ്ഞ സത്യസന്ധത പ്രവാചകന്മാരുടെ മുഴുവനും മുഖമുദ്രയാണ്. തികഞ്ഞ സത്യസന്ധത, കളവ് തൊട്ട് തീണ്ടുകയില്ല, വഞ്ചിക്കുകയില്ല, ചതിക്കുകയില്ല, ആ നിലക്കുള്ള യാതൊന്നുമില്ലാതെ. എന്താ കാരണം? മാതൃകാ പുരുഷന്മാരായി നിയുക്തരാകുന്ന പ്രവാചകന്മാരിൽ നിന്ന് കളവ് വന്നു പോയാൽ പിന്നെ ആരാ പിന്നെ അവരെ വിശ്വസിക്കുക? അവര് പറയുന്നതൊക്കെ കളവാണ്, നുണ പറയുന്നവരാന്ന് പറഞ്ഞാൽ പിന്നെ അവരെ പിന്നാലെ ആരെങ്കിലും ഉണ്ടാവോ? അതുകൊണ്ട് തന്നെ അത് അവരിൽ ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷൻ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. അതെന്താ? മുശ്രിക്കുകൾ പ്രവാചകനോട് ചോദിച്ചൊരു ചോദ്യമാണ്. അതിനുള്ള മറുപടി അല്ലാഹു തആല പറയാണ്, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين فما منكم من أحد عنه حاجزين. സൂറത്തുൽ ഹാഖ 44, 45, 46, 47 സൂക്തങ്ങൾ, ആയത്തുകൾ. എന്താ അതിൽ പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറ്റി അല്ലാഹു പറയാണ്, വലൗ തഖവ്വല അലൈനാ, അദ്ദേഹമെങ്ങാനും നമ്മുടെ മേൽ കെട്ടിപ്പറഞ്ഞിരുന്നുവെങ്കിൽ, വല്ല കൃത്രിമ വാക്കുകളും, ഞാൻ വഹി കൊടുത്തിട്ടില്ലാത്ത, ഞാൻ പഠിപ്പിച്ചിട്ടില്ലാത്ത, ഞാൻ ജനങ്ങളോട് പറയാൻ പറഞ്ഞിട്ടില്ലാത്ത വല്ലതും ഞാൻ പറഞ്ഞു എന്ന നിലക്കോ അല്ലാതെയോ അദ്ദേഹമെങ്ങാനും സ്വയംകൃതമായി കെട്ടി എന്റെ പേരിൽ പറഞ്ഞിരുന്നുവെങ്കിൽ അല്ലാഹു പറയാണ്, എനിക്ക് ആളെ വൽപ്പേറൂല, ലഅഖദ്നാ മിൻഹു, നാം അദ്ദേഹത്തെ പിടിച്ച് ശിക്ഷിക്കുമായിരുന്നു, ബിൽ യമീൻ, വലം കൈ കൊണ്ട്, നമ്മുടെ വലം കൈ കൊണ്ട് പിടിച്ച് ശിക്ഷിക്കുമായിരുന്നു. സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, ആ ശിക്ഷയുടെ ഗൗരവം പറയാണ്. ജീവൻ നിലനിൽക്കുന്ന ജീവനാഡിയുണ്ട് മനുഷ്യന്റെ ബോഡിയിൽ, അത് മുറിഞ്ഞു പോയാൽ പിന്നെ മരണം ഉറപ്പാണ്. ആ നിലക്കുള്ള ജീവനാഡി ഞാൻ അറുത്തു മാറ്റുക തന്നെ ചെയ്യും. എന്റെ പേരിൽ ഞാൻ പഠിപ്പിക്കാത്തത് സമൂഹത്തോടെങ്ങാനും ആ പ്രവാചകൻ പറയാൻ ധൈര്യമുണ്ടായാൽ, അങ്ങനെ പറയൂല, അതിന്റെ ഗൗരവം പറയും, അങ്ങനെയെങ്ങാനും പറഞ്ഞാൽ പിടിക്കും ഞാൻ, ജീവനാഡിയെ അറുത്തു മുറിക്കും ഞാൻ. ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ, അതിൽ നിന്ന് പിന്നെ അദ്ദേഹത്തെ രക്ഷിക്കാനും തടയാനൊന്നും ഒരാൾക്കും കഴിയൂല. കാരണം എന്താ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമായതേ പറഞ്ഞിട്ടുള്ളൂ, സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിച്ചിട്ടില്ല. സൂറത്തുൻ നജ്മിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു പറഞ്ഞില്ലേ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ ദൂ മിർറത്തിൻ ഫസ്തവാ വഹുവ ബിൽ ഉഫുഖിൽ അഅ്ലാ. ആ പ്രവാചകൻ ഒരിക്കലും സ്വന്തം ഇച്ഛപ്രകാരം സംസാരിച്ചിട്ടില്ല. ദീനിന്റെ കാര്യം പറയുമ്പോൾ തന്റെ ആലോചന എനിക്ക് നല്ലതാണ് തോന്നുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറയാറില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അവിടുത്തേക്ക് അല്ലാഹു ജനങ്ങളോട് പറഞ്ഞോളൂ എന്ന നിലക്ക് വഹയായിട്ട് അറിയിച്ചു കൊടുക്കുന്നത് എന്താണോ അതല്ലാത്തതൊന്നും അവിടുന്ന് സംസാരിച്ചിട്ടില്ല. അത് ശത്രുക്കൾ പോലും അംഗീകരിക്കേണ്ടി വന്നൊരു യാഥാർത്ഥ്യമാണ്. ഒരിക്കലും മുഹമ്മദിന്റെ നാവിൽ നിന്ന് കള്ളം വന്നിട്ടില്ലെന്ന് ശത്രുക്കൾ വരെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദൂതൻ വശം ഒരു കത്ത് കൊടുത്തയച്ചു റോമാ ചക്രവർത്തിയായ ഹിർക്കലിയൂസ് എന്ന് പറയുന്ന രാജാവിന്. ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടും ഇസ്ലാമിന്റെ പ്രവാചകനെ കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ടുമൊക്കെ ഒരു കത്ത് കൊടുത്തയച്ചു റോമിലേക്ക്. ആ അവസരത്തിൽ അവിടെ കച്ചവട ആവശ്യാർത്ഥം എത്തിപ്പെട്ടിരുന്ന ചില മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു അവിടെ. ആ മുശ്രിക്കുകളിൽ ഒരാളായിരുന്നു അന്ന് അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു. പിൽക്കാലത്താണല്ലോ അദ്ദേഹം മുസ്ലിമായത്. അപ്പൊ ഹിർക്കലിയൂസിന്റെ അടുക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കത്ത് കിട്ടുന്ന വേളയിൽ ഇസ്ലാമിന്റെ അന്നത്തെ കാലഘട്ടത്തിലെ ശത്രുവായി അറിയപ്പെടുന്ന അബൂ സുഫിയാൻ എന്ന അവിടെ ആ പ്രദേശത്തുണ്ട്. ആ ഘട്ടത്തിൽ ഈ രാജാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് കേൾക്കുകയും ഈ സന്ദേശം വായിക്കുകയും ചെയ്തപ്പോൾ
മക്കയിൽ നിന്ന് തന്നെ ഈ രാജ്യത്ത് എത്തിപ്പെട്ടിട്ടുള്ള ശത്രുക്കളായ ആളുകളുടെ നേതാവായ അബൂ സുഫിയാനെ തന്നെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളുടെ നാട്ടിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം സത്യവാനാണെന്നും റസൂലാണെന്നും ഒക്കെയുള്ള നിർദ്ദേശം എനിക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്ക് അയാളെ കുറിച്ച് നിങ്ങളോട് ഇതിൽ ചോദിക്കാനുണ്ട്. ആരോടാ ചോദിക്കുന്നത്? ശത്രുവിനോടാ ചോദിക്കുന്നത്. എന്താ അദ്ദേഹം ചോദിക്കുന്നത്? എന്താണെന്ന് ഹിർഖലിയൂസ് ചോദിച്ചത്? ഹൽ കുൻതും തത്തഹിമൂനഹു ബിൽ കദിബി ഖബ്ല അൻ യഖൂല മാ ഖാൽ. അദ്ദേഹം ഇപ്പോൾ പറയുന്ന ഈ വാദം പറഞ്ഞു പ്രചരിപ്പിക്കുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ച ആളാണല്ലോ അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം ഞാൻ അള്ളാന്റെ റസൂലാണെന്ന വാദവുമായി വരുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ച ആ മാന്യദേഹം നിങ്ങളോട് വല്ല കളവും പറഞ്ഞതായി നിങ്ങൾക്ക് ആരോപിക്കാൻ കഴിയുമോ? ഈ അവസരം ശരിക്കും ഒരു ശത്രു പലപ്പോഴും മുതലാക്കല്ലേ ചെയ്യാ. വലിയൊരു അവസരമാണ്. ആ നാട്ടിൽ നിന്നുള്ള എല്ലാ സഹായങ്ങളും മുറിച്ചു കളയാൻ പറ്റിയ ഒരു ചാൻസ് ആണ്. പക്ഷെ അബൂ സുഫിയാൻ എന്താ മറുപടി പറഞ്ഞത്? അല്ലെങ്കിൽ അബൂ സുഫിയാന്റെ നാവിൽ എന്തേ വന്നുള്ളൂ? ഖാല അബൂ സുഫിയാൻ, രാജാവിന്റെ ചോദ്യത്തിന് അബൂ സുഫിയാന്റെ മറുപടി, മാ അറഫ്നാ അലൈഹി കദിബൻ ഖത്തു. ഒരിക്കൽ പോലും അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾ ഒരു കളവ് കേട്ടിട്ടില്ല. കള്ളം അദ്ദേഹം പറഞ്ഞതായി ഞങ്ങൾക്ക് അറിയുകയേയില്ല. ഉടനെ തന്നെ ഹിർഖൽ രാജാവ് പറയാണ്, എങ്കിൽ മാ കാന ലിയദറൽ കദിബ അലന്നാസ് വയക്ദിബ അലല്ലാഹ്. ജനങ്ങളുടെ വിഷയത്തിൽ പോലും ഒരു കളവ് പോലും പറയാത്ത ഒരു വ്യക്തിത്വം അള്ളാഹുവിന്റെ വിഷയത്തിൽ കള്ളം പറയൂല എന്ന് ഉറപ്പാണല്ലോ. രാജാവിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ്. അവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അബൂ സുഫിയാന് കിട്ടുന്ന ഒരു ചാൻസ് ആയിരുന്നു മുഹമ്മദ് നബിയെ കുറിച്ചൊന്ന് വികൃതമായി സംസാരിക്കാൻ. പക്ഷേ ആ ശത്രുവിന്റെ മനസ്സിൽ പോലും തോന്നിയില്ല. മുഹമ്മദ് നുണ പറയാറുണ്ട് ഇടക്കൊക്കെ എന്നൊന്ന് കാച്ചിക്കൊടുക്കാനെങ്കിലും തോന്നിയില്ല. പറഞ്ഞു, മാ അറഫ്നാ അലൈഹിൽ കദിബ ഖത്ത്. ഒരിക്കൽ പോലും അദ്ദേഹത്തിൽ നിന്നൊരു കള്ളം ഞങ്ങൾ കേട്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ നുബുവത്തിന്റെ മുമ്പ് പോലും പ്രവാചകന്മാരിൽ സത്യസന്ധരുണ്ടാകും. ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ മുമ്പും ശത്രുക്കൾ പോലും അവരെന്താ വിളിച്ചത്? സാദിഖുൽ അമീൻ, സത്യസന്ധനായ വിശ്വസ്തനായ വ്യക്തി എന്നാ പറഞ്ഞത്. അതെല്ലാ പ്രവാചകന്മാരും അള്ളാഹു അവരെ ചെറുപ്പത്തിലേ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരും. പ്രവാചകന്മാരാക്കാൻ വിചാരിച്ച ആളുകളെയൊക്കെ അള്ളാഹു ചെറുപ്പത്തിലേ ഒരു പരിശുദ്ധമായ ജീവിതത്തിലൂടെയാണ് വളർത്തിക്കൊണ്ടുവരിക. അവരിൽ ആ നിലക്കുള്ള മോശത്തരങ്ങളും പോരായ്മകളും ഒന്നും ഉണ്ടാവില്ല. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ദീന് പരിചയപ്പെടുത്തുമ്പോൾ ഈ യാഥാർത്ഥ്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സത്യമേ ഞങ്ങൾ പറയൂ എന്ന് ഫിർഔന്റെ അടുക്കൽ പോയി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. വഖാല മൂസാ യാ ഫിർഔൻ ഇന്നി റസൂലും മിർ റബ്ബിൽ ആലമീൻ ഹഖീഖുൻ അലാ അല്ലാ അഖൂല അലല്ലാഹി ഇല്ലൽ ഹഖ് ഖദ് ജിഅ്തുകും ബിബയ്യിനത്തിൻ മിർ റബ്ബികും ഫഅർസിൽ മഇയ ബനീ ഇസ്രായീൽ. മൂസ നബി അലൈഹിസ്സലാം ഫറോവയുടെ അരികിൽ പോയിട്ട് പറയാണ്, യാ ഫിറഔൻ, ഫറോവ, ഇന്നി റസൂലും മിൻ റബ്ബിൽ ആലമീൻ, ഞാൻ റബ്ബുൽ ആലമീനിൽ നിന്നുള്ള ദൂതനാണ്. ഹഖീഖുൻ അലാ അല്ലാ അഖൂല അലല്ലാഹി ഇല്ലൽ ഹഖ്. എനിക്കുള്ള പ്രത്യേകത എന്താ? അല്ലാഹുവിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ മേൽ ഹഖല്ലാത്ത ഒന്നും മിണ്ടാൻ എനിക്ക് പറ്റില്ല. എന്റെ റബ്ബിനെ കുറിച്ച് ഞാൻ പറയുന്നത് സത്യമല്ലാത്ത ഒരു കാര്യം പറയാൻ ഞാൻ അർഹനല്ല. ഞാൻ സത്യമേ പറയൂ, ഞാൻ സത്യമേ നിങ്ങളോട് പറയൂ. ഖദ് ജിഅ്തുകും ബിബയ്യിനത്തിൻ മിർ റബ്ബികും, ഞാൻ സത്യവാനായ ദൂതനാണെന്നതിന് തെളിവായിക്കൊണ്ട് നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ പ്രമാണവുമായിട്ടാണ് ഞാൻ നിങ്ങളിൽ ആഗതനായിട്ടുള്ളത്. അതുകൊണ്ട് ഫഅർസിൽ മഇയ ബനീ ഇസ്രായീൽ, ഈ ഇസ്രായേൽ മക്കളെ ഇങ്ങനെ നീയാണ് റബ്ബ്, നീയാണ് ഇലാഹ് എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ശിർക്കും കുഫറും ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് അടിമവേല ചെയ്യിപ്പിച്ച് നീ അവരെ ഇങ്ങനെ അടിമപ്പണി ചെയ്യിപ്പിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് മാറിയിട്ട് എന്റെ കൂടെ അവരെ വിട്ടു തരണം, എന്റെ കൂടെ നീ അവരെ പറഞ്ഞയച്ചു തരണം എന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാം പറയുകയാണ്. അപ്പൊ പ്രവാചകന്മാരിലെല്ലാം ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുണമാണ് അവരെല്ലാം സത്യസന്ധരാണ്, വിശ്വസ്തരാണ്. അമാനത്ത് എന്ന് പറയുന്നത് അവരുടെ ഗുണാണ്. ഇതൊക്കെ നമ്മൾ മദ്രസ പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഓർത്തു നോക്കിയേ, ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? പ്രവാചകന്മാരിൽ ഉണ്ടാകേണ്ട ഗുണങ്ങൾ, ഉണ്ടാകാൻ പാടില്ലാത്ത ഗുണങ്ങൾ അന്ന് പഠിച്ചിട്ടുണ്ട്. സിദ്ഖ്, അമാനത്ത്, ഫതാനത്ത്, അസ്സലാമത്തു മിനൽ ഉയൂബ്. ഇനി അവരിൽ ഉണ്ടാകാൻ പാടില്ലാത്തത് കദിബ്, കളവ്, ഖിയാനത്ത്, വഞ്ചന, സഫാഹത്ത്, വിഡ്ഢിത്തം, ഭോഷത്തരം, അതുപോലെ തന്നെ ഐബുകള്, വൈകല്യങ്ങള്,
ഇതൊക്കെ അവരിൽ ഉണ്ടാവാൻ പാടില്ലാത്തത്. ഉണ്ടാവേണ്ടത് സത്യസന്ധത, അമാനത്ത്, ഫത്താനത്ത്, ബുദ്ധികൂർമ്മത, വൈകല്യങ്ങളിൽ നിന്ന് മുക്തത. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇസ്മത്ത് നമുക്ക് വേറെ ചർച്ച ചെയ്യാനുണ്ട്. അമ്പിയാക്കളുടെ പാപ സുരക്ഷിതത്വം അത് വേറെ തന്നെ വിഷയമാണ്. അപ്പൊ സഹോദരന്മാരെ, അവരെല്ലാവരും അമീനുകളാണ്. എല്ലാവരും വളരെ കൃത്യമായി അള്ളാഹു അവരോട് ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം മുഴുവനും വിശ്വസ്തയോടെ നിറവേറ്റിയവരാണ് മഹാന്മാരായ പ്രവാചകന്മാര് മുഴുവനും. ഒരു വഞ്ചനയും അവർ കാണിച്ചിട്ടില്ല. അള്ളാഹ് പഠിപ്പിക്കാൻ പറഞ്ഞ ഒരു കാര്യവും പ്രവാചകന്മാര് പഠിപ്പിക്കാതെ ജനങ്ങളെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ തന്റെ തന്നെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുമെന്ന് കണ്ടിട്ടോ അള്ളാഹ് ജനങ്ങളോട് തുറന്നു പറയാൻ പറഞ്ഞ ഒരു കാര്യം പോലും ഒരൊറ്റ പ്രവാചകനും മൂടി വെച്ചിട്ടില്ല. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവരിൽ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യത്തെ കൃത്യമായി തന്നെ ജനതയുടെ മുമ്പിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രം നോക്കൂ. സൂറത്തുൽ അറാഫിലതാ പ്രവാചകന്മാര് പറയുന്നിടത്ത് വളരെ കൃത്യമായി പറയണ വലാകിന്നി റസൂലും മിർ റബ്ബിൽ ആലമീൻ, ഞാൻ അല്ലാഹുവിങ്കൽ എന്നുള്ള റസൂലാണ്, റബ്ബുൽ ആലമീന്റെ ദൂതനാണ് ഞാൻ. ഉബല്ലിഗുക്കും, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു. റിസാലാത്തി റബ്ബി, എന്റെ റബ്ബ് നിങ്ങൾക്ക് എത്തിച്ചു തരാൻ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള റിസാലത്തുകളും ദൗത്യങ്ങളും സന്ദേശങ്ങളും മുഴുവനും ഞാനിതാ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു. വ അനലകും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് ഗുണം വരണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ്. നിങ്ങൾക്ക് ഗുണം വരാൻ വേണ്ടിയാണ്, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ്. അമീൻ, ഞാൻ വിശ്വസ്തനാണ്. അതാണ് റബ്ബുൽ ആലമീനിന്റെ പ്രവാചകന്മാര് മുഴുവനും അല്ലാഹ് ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യത്തെ അവർ എന്ത് വില കൊടുത്തും സമൂഹത്തിന് എത്തിച്ചവരാണ്. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബാ. അല്ലാഹുവിന്റെ സന്ദേശങ്ങളെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ആ വിഷയത്തിൽ അവർ റബ്ബിനെ മാത്രം ഭയപ്പെടുന്നു, മറ്റൊരാളെയും അവർ ഭയപ്പെടുന്നില്ല അല്ലാഹനെ അല്ലാതെ. ഞാൻ ഈ സത്യം പറഞ്ഞാൽ എന്റെ കാര്യം എന്താകും, ജനങ്ങൾ എന്നെ എന്താക്കും, അതൊന്നും ഭയപ്പെടാതെ കണ്ട് അല്ലാഹ് ഏൽപ്പിച്ചിട്ടുള്ള റിസാലത്ത് കൃത്യമായി ആ അമാനത്ത് നിർവഹിച്ചവരാകുന്നു മഹാന്മാരായ അമ്പിയാക്കളും മഹാന്മാരുമൊക്കെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോ അദ്ദൽ അമാന ബല്ലഗ റിസാല വഅദ്ദൽ അമാന വനസഹൽ ഉമ്മ, അവിടുന്ന് റിസാലത്ത് കൃത്യമായി എത്തിച്ചിട്ടുണ്ട്. വഅദ്ദൽ അമാന, ആ അമാനത്ത് കൃത്യമായി വീട്ടിയിട്ടുണ്ട്, നിർവഹിച്ചിട്ടുണ്ട്. വനസഹൽ ഉമ്മ, ഉമ്മത്തിനോട് ഗുണകാംക്ഷ പുലർത്തിയിട്ടുണ്ട് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് നമ്മൾ മദ്ഹ് പറയുന്നത്, പ്രശംസിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ അവിടുന്ന് അങ്ങനെ തന്നെ ആയതുകൊണ്ട് തന്നെയാണ്. ആ നിലക്ക് ഒന്നും അവർ പൂഴ്ത്തിവെപ്പിയിട്ടില്ല. എന്നാ എന്തെങ്കിലും മാറ്റം വരുത്തുമോ? അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തൊരായത്തിൽ അവരുടെ വകയായിട്ട് ഒരു ചേഞ്ച്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അത് വെറുപ്പാ, എന്നപ്പോ തൽക്കാലം ഞാനത് പറയുന്നില്ല, കുറച്ച് അവിടെ മൂടി വെക്കാം, അല്ലെങ്കിൽ ആ പദം അതിലൊന്നാണ് മാറ്റുക, ജനങ്ങൾക്ക് വെറുപ്പുണ്ടാകുന്ന ആ വാക്കൊന്നാണ് മാറ്റുക, എന്നിട്ട് അവരെ സുഖിപ്പിക്കുന്ന ഒരു വാക്ക് ഫിറ്റ് ചെയ്യുക. അമ്പിയാക്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും അവര് ചെയ്യൂല, ഒരിക്കലും അവര് ചെയ്യൂല. അവരോട് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനങ്ങൾ പലപ്പോഴും, ഇതൊന്ന് മാറ്റിക്കൂടെ, ചെറിയൊരു ചേഞ്ച് ഒന്ന് വരുത്തിയിട്ട് എന്താ അങ്ങനെ കുറെ ആള് കിട്ടൂലേ, അപ്പൊ കുറെ ആളുകളൊക്കെ നിങ്ങളുടെ ഒപ്പം വരൂലേ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ പലരും പോയി പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിലെ 15-ാമത്തെ ആയത്തിൽ കേട്ടോളൂ. وَإِذَا تُتْلَى عَلَيْهِمْ آيَاتُنَا بَيِّنَاتٍ قَالَ الَّذِينَ لَا يَرْجُونَ لِقَاءَنَا ائْتِ بِقُرْآنٍ غَيْرِ هَذَا أَوْ بَدِّلْهُ قُلْ مَا يَكُونُ لِي أَن نُبَدِّلَهُ مِن تِلْقَاءِ نَفْسِي إِنْ أَتَّبِعُ إِلَّا مَا يُوحَى إِلَيَّ إِنِّي أَخَافُ إِنْ عَصَيْتُ رَبِّي عَذَابَ يَوْمٍ عَظِيمٍ. വളരെ കൃത്യമായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുക. എന്താ പ്രശ്നം? വൈദാ തുത്ലാ അലൈഹിം ആയാതുനാ, അല്ലാഹുവിന്റെ ആയത്തുകൾ നബിതങ്ങൾ ആ ജനങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ ഖാലല്ലദീന ലാ യർജൂന ലിഖാഅനാ, നമ്മെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹമില്ലാത്ത, പടച്ചോനിലും പരലോകത്തിലൊന്നും ശരിക്കും വിശ്വസിക്കാത്ത ഖൗമ് അള്ളാന്റെ റസൂലിനോട് പോയിട്ട് പറഞ്ഞു, ഇഅ്തി ബിഖുർആനിൻ ഗൈരി ഹാദാ, ഇതല്ലാത്തൊരു ഖുർആൻ കൊണ്ടുവാ. ഇപ്പൊ ഈ ഓതുന്നതിൽ നമുക്ക് കുറച്ച് വിയോജിപ്പുണ്ട്. ഇതല്ലാത്തൊരു ഖുർആൻ,
വായിക്കപ്പെടാവുന്ന ഒരു ഗ്രന്ഥം നീ കൊണ്ടുവാ. നീ ഇതന്നെ ആയാലും തരക്കെടില്ല. ഔ ബദ്ദിൽഹു, ഒരു ചേഞ്ച് വരുത്തി. ഇങ്ങനെ കടുപ്പത്തിൽ പറയല്ലേ, ഇങ്ങനെ പറയല്ലേ. ഒന്ന് ചേഞ്ച് വരുത്തിയിട്ട് ഒന്ന് സുഖിപ്പിക്കുന്ന നിലക്കൊക്കെ ഒരുപാട് അനുയായികളെ കിട്ടൂലേ. ഒരു ചേഞ്ച് വരുത്തിക്കൂടെ മുഹമ്മദേ എന്നിങ്ങനെ. അതൊന്നും ഇപ്പൊ ആരും അറിയാൻ പോകുന്നില്ലല്ലോ. നീ സ്വന്തമായിട്ടൊരു വാക്കാൻ കൂട്ടിച്ചേർത്തലാ, എന്നാ കുറച്ചൊക്കെ ആളുകളെ കിട്ടൂലേ എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വന്നിങ്ങനെ പലതും പറഞ്ഞു പ്രലോഭിപ്പിച്ചപ്പോ അള്ളാ പറയാണ് മുഹമ്മദ് നബിയോട്, ഖുൽ, മറുപടി പറയൂ പ്രവാചകരെ, ഇതുമായി വന്നു നിൽക്കുന്ന ആളുകളോട് പറയേ. എന്താ പറയാൻ പറഞ്ഞത്? മാ യകൂനു ലീ അൻ നുബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി, എനിക്ക് ചേഞ്ച് വരുത്താൻ പറ്റൂല. അത് മാ യകൂനു ലീ, എനിക്ക് പറ്റില്ല. അൻ നുബദ്ദിലഹു, അതിന്റെ പദങ്ങളൊന്ന് ബദലാക്കൽ, മാറ്റം വരുത്തൽ. മിൻ തിൽഖാഇ നഫ്സി, എന്റെ ഭാഗത്ത് നിന്ന് അതൊരു ചേഞ്ച് വരുത്തിയിട്ട് നിങ്ങളെ ഇഷ്ടം പോലെ ആക്കി തരാൻ എന്നെ കൊണ്ട് പറ്റൂല. കാരണം ഇത് എന്റേതല്ല, ഇത് ഞാൻ ചിന്തിച്ചുണ്ടാക്കുന്നതാണെങ്കിലല്ല എനിക്ക് തോന്നുമ്പോ മാറ്റുക. ഇത് എവിടുന്നുള്ളതാ? ഇന്നത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, ഞാൻ എനിക്ക് ബോധനം നൽകപ്പെട്ടതെന്തോ അതിനെയല്ലാതെ ഞാൻ പിൻപറ്റുന്നില്ല. എനിക്കെന്റെ റബ്ബെന്താണോ വഹി തന്നത് അത് പിൻപറ്റൽ മാത്രമാണ് എന്റെ ഡ്യൂട്ടി. എനിക്കതിൽ മാറ്റം വരുത്താനൊന്നും പറ്റൂല. നിങ്ങൾ പറയുന്ന വാക്കും കേട്ടിട്ട് ഞാൻ അവൻ അനുസരണക്കേട് കാണിച്ചതിൽ ചേഞ്ച് വരുത്താൻ നിന്നാൽ, ഇന്നി അഖാഫു ഇൻ അസൈതു, ഞാൻ എന്റെ റബ്ബിനെ അനുസരണക്കേട് കാണിച്ചാൽ ഞാൻ ഭയപ്പെടുന്നു. ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അളീം, മഹത്തായ ഒരു ദിവസത്തിന്റെ വേദനയേറിയ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് എനിക്കത് പറ്റൂല, എന്റെ ഭാഗത്തൊന്നും ഒരു ചേഞ്ചും വരുത്താൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രത്തോളം സൂക്ഷ്മത പാലിച്ചു, അത്രത്തോളം സൂക്ഷ്മത പാലിച്ചു. എന്ത് ജനങ്ങൾക്ക് ഒപ്പിച്ചുകൊണ്ടുന്ന എന്തെങ്കിലും ഒരു വാക്കാൻ മാറ്റിയപ്പോൾ ആരാ അറിയാനുള്ളത്? കുറച്ച് ആളുകളെ കിട്ടൂലേ? ഇല്ല. വളരെ കൃത്യമായി അള്ളാഹു ഏൽപ്പിച്ചതെന്തോ അത് കൃത്യമായി സത്യസന്ധതയോടെ എത്തിച്ചു കൊടുത്തു. പ്രവാചകന്മാരൊക്കെ അങ്ങനെ പറഞ്ഞവരാ. നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നത് സൂറത്തുൽ അറാഫിൽ കാണാം, ഉബല്ലിഗുകും റിസാലാതി റബ്ബി വഅൻസഹു ലക്കും വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. നൂഹ് നബി ജനങ്ങളോട് പറയാണ്, ജനങ്ങളെ, എന്റെ റബ്ബ് നിങ്ങൾക്ക് എത്തിച്ചു തരാൻ പറഞ്ഞ സന്ദേശങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. വഅൻസഹു ലക്കും, ഞാൻ നിങ്ങളോട് ഗുണകാംക്ഷ പുലർത്തിയിട്ടുണ്ട്. വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമൂന, നിങ്ങൾക്കറിയാത്ത പലതും ഞാൻ അല്ലാഹുവിങ്കൽ നിന്ന് അറിയുന്നുമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിച്ചോളി എന്ന് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു. ഹൂദ് നബിയും ഇത് തന്നെ പറഞ്ഞു, ഉബല്ലിഗുകും റിസാലാതി റബ്ബി വഅന ലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ദൗത്യങ്ങൾ എത്തിച്ചു തരുന്നു. നിങ്ങളോട് ഗുണകാംക്ഷയുള്ള അമീനായ ഒരു പ്രവാചകനാണ് ഞാൻ. ഇത് പറയാത്ത പ്രവാചകരില്ല, എല്ലാവരും. സാലിഹ് നബി അലൈഹിസ്സലാം, സാലിഹ് നബി തന്റെ ജനങ്ങൾ ശിക്ഷിക്കപ്പെട്ടതിന് സങ്കടം പറയാണ്. യാ ഖൗമി ലഖദ് അബ്ലഗ്തുകും റിസാലത റബ്ബി വനസഹ്തു ലക്കും വലാകിൻ ലാ തുഹിബ്ബൂനൻ നാസിഹീൻ. എന്റെ ജനങ്ങളെ, എന്റെ റബ്ബ് നിങ്ങളോട് പറയാൻ ഏൽപ്പിച്ചതൊക്കെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നല്ലോ. നിങ്ങളോട് ഞാൻ ഗുണകാംക്ഷ വെച്ച് പുലർത്തിയല്ലോ. പക്ഷേ നിങ്ങൾക്ക് നന്മ വിചാരിക്കുന്നവരെ പോലും നിങ്ങൾക്ക് വെറുപ്പാണല്ലോ. അദ്ദേഹം പറയാൻ, നിങ്ങളോട് ഗുണകാംക്ഷയുള്ളവരെ പോലും നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലല്ലോ. ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞത് ഖുർആൻ പറയുന്നുണ്ട്, യാ ഖൗമി ലഖദ് അബ്ലഗ്തുകും റിസാലാതി റബ്ബി വനസഹ്തു ലക്കും ഫകൈഫ ആസാ അലാ ഖൗമിൻ കാഫിരീൻ. എന്റെ ജനങ്ങളെ, എന്റെ റബ്ബിന്റെ സന്ദേശങ്ങൾ മുഴുവനും ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷയോടെ എത്തിച്ചു തന്നു. കാഫിറുകളായ ജനതയ്ക്ക് വേണ്ടി ഞാൻ എങ്ങനെ ദുഃഖിക്കാനാണ്? എന്റെ ഡ്യൂട്ടി ഞാൻ നിർവഹിച്ചില്ലേ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു കൽപ്പിക്കുന്നു, യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക വഇൻ ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലതഹു വല്ലാഹു യഅസിമുക മിനൻ നാസ്. സൂറത്തുൽ മാഇദ 67ാമത്തെ സൂക്തം. റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഓ പ്രവാചകരെ, താങ്കളിലേക്ക് അവതീർണമായത്, താങ്കളുടെ റബ്ബിങ്കൽ എന്ന് അവതീർണമായത് മുഴുവൻ താങ്കൾ എത്തിച്ചു കൊടുക്കൂ. വഇല്ലം തഫ്അൽ,
താങ്കൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഫമാ ബല്ലഗ്ത റിസാലതഹു, അല്ലാഹുവിന്റെ സന്ദേശം നിങ്ങൾ എത്തിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ആരെയും പേടിക്കേണ്ട, അല്ലാഹു യഅസിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് താങ്കളെ അല്ലാഹു പ്രൊട്ടക്ട് ചെയ്തുകൊള്ളും, അല്ലാഹു നിങ്ങളെ സംരക്ഷിച്ചുകൊള്ളും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീൻ മുഴുവൻ എത്തിച്ചു. ദീൻ മുഴുവൻ എത്തിച്ചിട്ടാണ് വിടവാങ്ങൽ പ്രസംഗത്തിൽ ചോദിച്ചത്. സഹാബിമാരെ സാക്ഷി നിർത്തിയിട്ട് ചോദിച്ചു, ജനങ്ങളെ, അലാ ഹൽ ബല്ലഗ്തു, അലാ ഹൽ ബല്ലഗ്തു, അലാ ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ? സഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അദ്ദൈതൽ അമാന ബല്ലഗ്തർ റിസാല വനസഹ്തൽ ഉമ്മ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണെന്ന് മുകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യ നിർവഹണത്തിന്റെ സന്തോഷം കൊണ്ട് ഉത്തരവാദിത്തം നിർവഹിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടി അവിടെ വെച്ച് സംസാരിക്കുകയുണ്ടായി. ഒരു കാര്യവും സമൂഹത്തിന്റെ മുമ്പിൽ അവിടുന്ന് പൂഴ്ത്തിവെച്ചിട്ടില്ല. ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ കുറെ ആളുകൾ ദീനിലില്ലാത്ത പലതും കടത്തിയിട്ട് പുതിയതിങ്ങനെ കൊണ്ടുവരും. പുതിയ നിസ്കാരം, പുതിയ നോമ്പ്, പുതിയ സലാത്ത്, പുതിയ ദിക്ർ, അങ്ങനെ പുതിയ ആചാരം, പുതിയ ആഘോഷം എന്നൊക്കെ പറഞ്ഞ് പലതും കൊണ്ടുവരുമല്ലോ. എന്താ അതിന് ന്യായം പറയാറുള്ളത്? നല്ലതല്ലേ, നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിലേക്ക് പുതിയത് കൊണ്ടുവരുന്ന ആളുകളെ കുറിച്ച് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഗൗരവത്തോടെ സംസാരിച്ച ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയാണ്, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു പുതിയത് കൊണ്ടുവന്നാൽ, ഏത് നിലക്ക് അതൊരു നല്ല കാര്യമാണെന്ന നിലക്ക് പിൽക്കാലത്ത് ആരെങ്കിലും കൊണ്ടുവന്നാൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു ഈ സമൂഹത്തോട് പറയാൻ പഠിപ്പിച്ച നന്മകളിൽ ചിലത് പറയാതെ പൂഴ്ത്തിവെച്ച് വഞ്ചന നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നവന് തുല്യമാകുന്നു. എത്ര ഗൗരവമുള്ള വാക്കാണത്! നല്ലതല്ലേ എന്ന നിലക്ക് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലാത്ത, ദീനുൽ ഇസ്ലാം പുണ്യമായി പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം പിൽക്കാലത്ത് കുറെ ആളുകൾ യോഗം കൂടിയിട്ട് നാട്ടിൽ നടപ്പാക്കുന്നത് പുണ്യാണെന്ന് പറഞ്ഞിട്ട്, നല്ലതാണെന്ന് പറഞ്ഞിട്ട്, ഒരിക്കലുള്ള ന്യായം എന്താണ്? ഇത് നല്ലതല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അള്ളാന്റെ റസൂൽ ഈ ലോകത്തിന് എല്ലാ നന്മയും പഠിപ്പിക്കാനാ വന്നത്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളെ സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. നരകത്തിലേക്ക് നിങ്ങൾ വീഴാൻ സാധ്യതയുള്ള ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ഞാൻ നിങ്ങളോട് വിരോധിച്ചിട്ടും ഉണ്ട്. ദീന് പൂർത്തിയാണ്. ഇനി ഇതിൽ ആരും ഒന്നും കൂട്ടാൻ പാടില്ല. ആരെങ്കിലും പുതിയ രീതിയിലില്ലാത്തത് കൊണ്ടുവന്നാൽ തള്ളപ്പെടണം. ഇതിലില്ലാത്ത, നമ്മുടെ ഓർഡർ ഇല്ലാത്ത, കൽപ്പനയില്ലാത്ത ഒരു പ്രവൃത്തി ആരെങ്കിലും പ്രവർത്തിച്ചാൽ തള്ളപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊക്കെ അള്ളാന്റെ റസൂല് ജനസഞ്ചയത്തെ സാക്ഷി നിർത്തി പഠിപ്പിച്ചു പറഞ്ഞു പോയിട്ടും പിൽക്കാലത്ത് ചില ആളുകൾ പറയാണ്, അന്നൊന്നും ഇല്ലെങ്കിലും ഇപ്പൊ നല്ലതാണ്, നന്മയാണ് ജനങ്ങൾക്കെന്ന് പറഞ്ഞിട്ട് നല്ലതല്ലേ എന്ന ന്യായം പറഞ്ഞ് പുതിയത് വല്ലതും ഒരാൾ കൊണ്ടുവന്നാൽ അവൻ ആർക്ക് തുല്യമാണ്? അള്ളാന്റെ റസൂല് അള്ള പഠിപ്പിച്ച ചില നന്മകളൊക്കെ പൂഴ്ത്തിവെച്ചിട്ടുണ്ട്, മുഴുവൻ പട പഠിപ്പിച്ച് തന്നിട്ടില്ല. ഇനിയിപ്പോ നമ്മളാ പഠിപ്പിക്കുന്നത്. അള്ളാന്റെ റസൂൽ ചിലതൊക്കെ ഇവിടെ പഠിപ്പിക്കാതെ പോയിട്ടുണ്ട്, ചില നന്മകളൊക്കെ ഈ സമൂഹത്തിന് ആവശ്യമുള്ളതൊക്കെ. അതിനി നമ്മളായിട്ട് ഇപ്പൊ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവന് സമാനമാണ്. അള്ളാന്റെ റസൂല് അള്ളാഹ് ഏൽപ്പിച്ച റിസാലത്തിൽ ഫഖദ് ഖാന ഫിർ റിസാല, ഏൽപ്പിച്ച ഡ്യൂട്ടിയിൽ അള്ളാന്റെ റസൂല് വഞ്ചന കാണിച്ചിരിക്കുന്നു എന്ന് പറയുന്നവന് സമാനമാണ് എന്ന് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് ഏൽപ്പിച്ച ഡ്യൂട്ടി മുഴുവനും ഈ സമൂഹത്തിന്റെ എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് സൂറത്തു തക്വീർ 24-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ. റസൂലുള്ളാഹിനെ കുറിച്ച് പറയാണ്, വമാ ഹുവ, അദ്ദേഹം അലൽ ഗൈബി ബിളനീൻ, വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ, അദ്ദേഹമാകട്ടെ അള്ളാഹ് അറിയിച്ചു കൊടുത്ത അദൃശ്യ വാർത്തകളെ പറ്റി പിശുക്ക് കാണിക്കുന്നയാളല്ല. അഥവാ ഈ സമൂഹത്തോട് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു റസൂലുള്ളാഹിക്ക് അറിയിച്ചു കൊടുത്തിട്ടുള്ള അദൃശ്യ വിവരങ്ങൾ അതേപടി എത്തിച്ചു കൊടുക്കുന്നയാളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ല വിധേനയും അദ്ദേഹം അതിൽ പിശുക്ക് കാട്ടിയിട്ടോ ഒളിച്ചും മറച്ചും വെക്കുന്ന സ്വഭാവക്കാരനോ അദ്ദേഹം ഒരിക്കലും അല്ല. അദ്ദേഹം അങ്ങനെ ആയിട്ടുമില്ല. സമ്പൂർണ്ണ വിശ്വസ്തനാണ്.
ഇനി നോക്കൂ സഹോദരന്മാരെ, പ്രവാചകന്മാര് വല്ലതും മറച്ചു വെക്കുകയാണെങ്കിൽ അവർ മറച്ചു വെക്കേണ്ടത് എന്താ? അവരെ ആക്ഷേപിക്കുന്ന വചനങ്ങളെങ്കിലും ജനങ്ങളെ അറിയാതെ മൂടി വെക്കും. അതൊരു സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിച്ചാൽ അറിയാവുന്ന ഒരു യുക്തിബോധമാണ്. എന്നെ പറ്റി മോശമായിട്ട് പറയുന്ന ഒരു കാര്യമെങ്കിലും ഞാൻ ആളുകൾ അറിയാതെ മൂടി വെക്കൂലേ? മറച്ചു വെക്കുകയാണെങ്കിൽ അതല്ലേ മറച്ചു വെക്കേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നബി നിങ്ങൾക്ക് യോജിച്ചതായില്ല എന്ന നിലക്ക്, എന്നാൽ അതൊരു വലിയ തെറ്റായിട്ടല്ല. അത് നമുക്ക് ഇസ്മത്ത് പറയുമ്പോൾ, അമ്പിയാക്കളുടെ പാപസുരക്ഷിതത്വം പറയുമ്പോൾ അവിടെ വിശദീകരിക്കാനുണ്ട്. എന്തായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പ്രവാചകനിൽ നിന്നുണ്ടായ അതൊരു അരുതാത്തതായിരുന്നു എന്ന് തോന്നുന്ന ഒരു കാര്യം ഉണ്ടായപ്പോ ചില സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അതിന്റെ പേരിൽ ചെറിയ രൂപത്തിൽ ഒന്ന് വിമർശിച്ചിട്ടുണ്ട്. സ്വയം വിമർശനം പ്രവാചകൻ എടുത്തു പറയോ? അള്ളാന്റെ റസൂലിനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങുന്ന ആയത്തെങ്കിലും അള്ളാന്റെ റസൂൽ എന്ത് ചെയ്യൂലേ? മൂടി വെക്കൂലേ? ഇത് ആളുകൾ അറിയണത്. ഇന്നെ കുറ്റപ്പെടുത്തിയല്ലേ, ഇതിപ്പോ ആൾക്കാർ അറിഞ്ഞാൽ എന്നെ പറ്റി എന്തേലും വിചാരിക്കൂലേ എന്ന് വിചാരിച്ച് അതുപോലും അള്ളാന്റെ റസൂല് മൂടി വെച്ചിട്ടില്ല. അതുപോലും മൂടി വെച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ ഒരു സംഭവം, വിശുദ്ധ ഖുർആൻ സൂറത്തു തഹ്രീമിന്റെ 1-ാമത്തെ ആയത്ത് തന്നെ എന്താ? യാ അയ്യുഹൻ നബിയു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർദാത അസ്വാജിക വല്ലാഹു ഗഫൂറുർ റഹീം. ഒരു സംഭവം ഉണ്ടായതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാര്യയുടെ അടുക്കൽ പോയി അല്പം തേന് കുടിച്ചു. തേന് കുടിച്ചിട്ട് മറ്റൊരു ഭാര്യയുടെ അടുക്കലേക്ക് ചെന്നപ്പോ ആ ഭാര്യമാരിങ്ങനെ എന്തോ ഒരു ദുർഗന്ധമുള്ള വസ്തു നിങ്ങൾ കഴിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മൂക്ക് പൊത്താൻ തുടങ്ങി. അപ്പോ ആ അവസരത്തിൽ ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല, ഈ ഭാര്യമാർക്ക് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ തേൻ കുടിക്കൂല എന്ന് ശപഥം ചെയ്തു. തേൻ അനുവദിക്കപ്പെട്ട ഒരു സംഗതിയല്ല. തേൻ കുടിക്കൂല എന്ന് ശപഥം ചെയ്തു, ഞാൻ അങ്ങനെ കുടിക്കൂല. അതിനെ വിമർശിച്ചുകൊണ്ട് അല്ലാഹു തആല ആയത്തിറക്കി, യാ അയ്യുഹൻ നബിയു, പ്രവാചകരെ, ലിമ തുഹർരിമു, നിങ്ങൾ എന്തിനാ നിഷിദ്ധമാക്കുന്നത്? മാ ഹല്ലല്ലാഹു ലക, അല്ലാഹ് നിങ്ങൾക്ക് അനുവദിച്ചു തന്നൊരു കാര്യം നിങ്ങൾ എന്തിനാ നിഷിദ്ധമാക്കുന്നത്? തബ്തഗി മർളാത അസ്വാജിക, നിങ്ങളുടെ ഭാര്യമാരുടെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അല്ലാഹ് നിങ്ങൾക്ക് അനുവദിച്ചൊരു കാര്യം നിങ്ങൾ എന്തിനാ നിഷിദ്ധമാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിലുള്ള അഭിപ്രായത്തെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഒന്ന് തിരുത്തി കൊടുക്കുകയാണ് ഉടനെ തന്നെ. എന്നിട്ട് പറഞ്ഞു, വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹ് ഏറെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാകുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോകരെ അറിയിക്കാതെ മൂടി വെച്ചൂടെ? ഇത് അള്ളാന്റെ റസൂലിനെ പറ്റി പറഞ്ഞൊരു കാര്യല്ലേ? എന്നെ പറ്റി പറഞ്ഞത് മോശമാണ്, അത് ഞാൻ ആളോട് പറഞ്ഞൂടാ. നബി തങ്ങൾ മറച്ചു വെക്കുകയാണെങ്കിൽ അതെങ്കിലും മറച്ചു വെക്കണ്ടേ? ഇല്ല. ഇനി സഹോദരങ്ങളെ, നമുക്കൊക്കെ അറിയാവുന്ന ഒരു സംഭവമല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രമാണിമാരായ ആളുകളെ കൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ കുറിച്ച് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന വേളയിലാണ് അന്ധനായ കണ്ണ് കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു തആല കയറി വരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഇനിയും ചാൻസ് ഉണ്ടല്ലോ, ഈ മുതലാളിമാരെ ഈ പ്രമാണിമാരൊക്കെ ഇപ്പോഴേ കിട്ടുള്ളൂ, അതുകൊണ്ട് ഇപ്പൊ അവരോടൊന്ന് ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന നേരത്ത് ഇപ്പൊ ഇദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ ഇപ്പൊ ഒരല്പം നേരക്കുറവുണ്ട് എന്ന നിലക്ക് സദുദ്ദേശത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? ഈ വന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമിനെ ഒരല്പം ഗൗനിക്കാതെ ഒന്ന് വിട്ടുനിന്ന് ഇവരിലേക്ക് ശ്രദ്ധ കൊടുത്തു. അവരെ പണം മോഹിച്ചിട്ടൊന്നുമല്ല, അവരൊക്കെ നന്നായി നരകത്തുനിന്ന് രക്ഷപ്പെട്ടാലോ, അവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നാലോ എന്ന ഒരൊറ്റ ഗുണകാംക്ഷ കൊണ്ട്, വേറൊന്നും പ്രമാണിമാരിൽ നിന്ന് മോഹിച്ചിട്ടല്ല നിന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കണം. ആ അവസരത്തിൽ അത് ശരിയായില്ല, അള്ളാന്റെ റസൂലിൽ നിന്നാ ഉണ്ടായ ആ ഒരു സമീപനം ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂലിനെ സംബന്ധിച്ച് തന്നെ ഒരു അധ്യായം ഇറക്കിയില്ലേ? അബസ വതവല്ലാ അൻ ജാഅഹുൽ അഅമാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ ഔ യദ്ദക്കറു ഫതൻഫഅഹു الذിക്റാ അമ്മാ മൻ ഇസ്തഗ്നാ ഫഅൻത ലഹു തസദ്ദാ وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تلهى. അബസ വതവല്ല തുടങ്ങുന്ന സൂറത്തിന്റെ 1 മുതൽ 10 വരെയുള്ള ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അബസ, മുഖം ചുളിച്ചു, നിങ്ങൾ മുഖം ചുളിച്ചു. വതവല്ല, തിരിഞ്ഞു കളഞ്ഞു. എപ്പോ? അൻജാഅഹുൽ അഅമാ, ആ അന്ധനായ മനുഷ്യൻ കടന്നു വന്നപ്പോ. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ, നിങ്ങൾക്കറിയാമോ അയാള് നല്ല തസ്കിയത്ത് കിട്ടുന്ന ആളാണ്,
ഉത്ബോധനം കൊടുത്താൽ ഉപകാരപ്പെടുന്നയാളാണ്. അതേ അവസരത്തിൽ നിങ്ങൾ ഈ ആളുകൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അവർക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യമല്ല, അവർക്ക് അങ്ങനെ ദീന് കേൾക്കാനും താല്പര്യമില്ല. അതേ അവസരത്തിൽ നിങ്ങളുടെ അടുക്കൽ ഓടിക്കതച്ച് വന്ന ഈ മനുഷ്യനോ പടച്ചോനെ പേടിച്ച് ദീൻ അറിയാൻ വേണ്ടി മോഹിച്ചു വന്നിരിക്കുകയാണ്. മോഹിച്ചു വന്നവർക്ക് കൊടുക്കാതെ അടിച്ചേൽപ്പിക്കുന്ന, അവർക്ക് അങ്ങനെ പറഞ്ഞു വെച്ച് കെട്ടുന്ന ഒരു സ്വഭാവത്തിലല്ലേ, അത് ശരിയായില്ല എന്ന അർത്ഥത്തിൽ ഉടനെ തന്നെ ആ ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു വൈകല്യം അത് ഉടനെ തന്നെ അള്ളാഹു തിരുത്തുകയാണ്. അധികം നേരം നിൽക്കുന്നില്ല, ഉടനെ തിരുത്തി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് ഇത് മൂടി വെച്ചൂടായിരുന്നു. എന്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായി, ഇത് ഇനി ലോകത്ത് ആരും അറിയരുത്, എനിക്ക് മോശ ഇല്ല. അവിടുന്ന് ദൗത്യം കൃത്യമായി നിർവഹിച്ചു, കൃത്യമായി തന്നെ അത് ഈ സമൂഹത്തോട് പറഞ്ഞു. മാത്രമല്ല പിന്നെ അത് മറക്കാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഒരു വിനയം നോക്കൂ, പിന്നെ അത് മറക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ, ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ ഏത് സദസ്സിൽ വെച്ച് കണ്ടാലും അള്ളാന്റെ റസൂൽ ഇങ്ങനെ ആശംസ പറയും, മർഹബാ ബിമൻ ആതബനി ഫീഹി റബ്ബി. എന്റെ റബ്ബ് എന്നെ ആക്ഷേപിക്കാൻ കാരണക്കാരനായ ആളാണിത്, സ്വാഗതം സ്വാഗതം. എന്റെ പേരിലാ ഞാൻ ഈ പഴിയൊക്കെ കേട്ടത്, പോടാവിടുന്ന് നല്ല പറയുന്നത്. എന്റെ റബ്ബ് ആക്ഷേപിക്കാൻ കാരണക്കാരനായ മഹാനാണിത്, മർഹബാ എന്ന് സ്വാഗതം. ജീവിതത്തിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്തു. അതാണ് അവിടുത്തെ സത്യസന്ധത, അതാണ് അവിടുത്തെ വിശ്വസ്തത. ഒന്നും മറച്ചു വെച്ചില്ല. തന്നെ കുറിച്ചുള്ള ഏതെങ്കിലും ഒരു വിമർശനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറച്ചു വെച്ചില്ല. അതുപോലെ തന്നെ ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ബന്ദികളായി പിടിക്കപ്പെട്ട 70ഓളം കാഫിറുകൾ കൊല്ലപ്പെട്ടു ബദർ യുദ്ധത്തിൽ. അത്ര തന്നെ ശത്രുക്കളെ ബന്ദികളാക്കി മുസ്ലിമീങ്ങൾ പിടിച്ചു. ഈ ബന്ദികളെ എന്ത് ചെയ്യണം എന്ന ഒരു ആലോചനാ യോഗം നബിയും സഹാബത്തും കൂടി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അവരെ മോചനമൂല്യം വാങ്ങിയിട്ട് പിരിച്ചുവിടാം. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ആറുത്ത് കൊല്ലണം മുഴുവണ്ണത്തിന്. ഇവരാണ് എല്ലാ ഷർറും ഉണ്ടാക്കിയത്, ഇവരെ വിട്ടുവിടാം. ഇവരെടുത്ത് പൈസ വാങ്ങി വിട്ടു കഴിഞ്ഞാൽ ഇവർ ഇസ്ലാമിന് ദ്രോഹം കാണിക്കും. നമ്മളതിനായിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ആ അഭിപ്രായമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാശും വാങ്ങിയിട്ട് വിടാം, അപ്പൊ നമുക്ക് പൈസ ആവശ്യമുണ്ട്, അവർ പോയിക്കോട്ടെ എന്നതാണ് നയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നയം ആര് ശരിവെച്ചു? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിൽ നിന്ന് മോചനമൂല്യം വാങ്ങിയിട്ട് അവരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം ഉമർ റളിയല്ലാഹു അൻഹു ചെന്ന് നോക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയൊക്കെ ഇരുന്ന് കരയുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്താ തങ്ങളെ കരയുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയുന്നു, റസൂലുള്ളാഹിയും കരയുന്നു. നിങ്ങൾ കരയുന്ന വിഷയം അറിഞ്ഞാൽ എനിക്കും ആ സങ്കടത്തിൽ പങ്കുചേരാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാര്യം പറഞ്ഞു. ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്താ ആയത്ത്? ആ നയം ശരിയായില്ല. ഏത് നയം? മോചനമൂല്യം വാങ്ങി അവരെ വിട്ടത് ശരിയായില്ല. യാ അയ്യുമാ കാന ലിനബിയിൻ അൻ യകൂന ലഹു അസ്റാ ഹത്താ യുസ്ഖിന ഫിൽ അർദ് തുരീദൂന അർദദ് ദുനിയാ വല്ലാഹു യുരീദുൽ ആഖിറ വല്ലാഹു അസീസുൻ ഹകീം ലൗലാ കിതാബും മിനല്ലാഹി സബഖ ലമസ്സകും ഫീമാ അഖദ്തും അദാബുൻ അളീം. ഒരു നബിക്കും പാടുള്ളതല്ല ഭൂമിയിൽ ആ നബിക്ക് നല്ല സ്വാധീനവും വേരുറപ്പൊക്കെ കിട്ടുന്നത് വരെ ബന്ദികളാക്കി പിടിച്ചോരിരുന്ന് മോചനമൂല്യം വാങ്ങിയിട്ട് പിരിച്ചുവിടൽ ശരിയായില്ല. അതിനുള്ള സമയമായിട്ടില്ലായിരുന്നു, അതരുതായിരുന്നു എന്ന് പറയണം. എന്നിട്ട് പറയണേ, അള്ളാന്റെ ഒരു തീരുമാനം മുൻകടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ എടുത്ത തീരുമാനം കാരണത്താൽ നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ടാകുമായിരുന്നു. പക്ഷേ അള്ളാന്റെ തീരുമാനം മുൻകടന്നിട്ടുണ്ട്. എന്താ? നിയമം മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ, ഇങ്ങനെ മോചനമൂല്യം വാങ്ങി വിടാൻ പാടില്ല എന്നുള്ള ആയത്തോദീസൊന്നും മുമ്പ് ഇറങ്ങിയിട്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആ നിയമത്തെ തെറ്റിച്ചിട്ടില്ല. അതുകൊണ്ട് ഇസ്ലാമിൽ ഇനി അറിവില്ലായ്മ കൊണ്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിന്താകുഴപ്പം കൊണ്ടൊക്കെ സംഭവിച്ചതിന് അബദ്ധം വന്നുപോയാൽ ശിക്ഷിക്കൂല. അങ്ങ് പല വ്യാഖ്യാനങ്ങളുണ്ട്. എന്തായിരുന്നാലും ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത ആ ഒരു തീരുമാനത്തിൽ ഒരല്പം പാളിച്ച സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആയത്തിറക്കിയപ്പോ അള്ളാന്റെ റസൂൽ അതെങ്കിലും ഒന്ന് മൂടിവെക്കണ്ടേ? മൂടിവെച്ചില്ല. അതും സമൂഹത്തോട് പറഞ്ഞു. എന്ത് കൽപ്പിച്ചോ അതും പറഞ്ഞു. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറഞ്ഞിട്ട് ആയത്തിറക്കിയ അള്ളാന്റെ റസൂൽ സമൂഹത്തിന് ഓതി കൊടുക്കുന്ന എന്താ? യാ അയ്യുഹൽ കാഫിറൂൻ മുതൽക്കല്ല. എന്താ ഖുൽ എന്ന് പറഞ്ഞാൽ അതും പറയാം. എന്താ ഖുൽ എന്ന് പറഞ്ഞാൽ നബിയെ പറയൂന്നാണ്. സമൂഹത്തോട് എന്തേ പറയണ്ടു? യാ അയ്യുഹൽ കാഫിറൂൻ, കാഫിറുകളെ.
അല്ലെങ്കിൽ യാ അയ്യുഹന്നാസ്. പക്ഷേ അള്ളാന്റെ റസൂൽ സമൂഹത്തിന്റെ മുമ്പിൽ എന്തു എത്തിച്ചു കൊടുക്കാണ്? അല്ല പറഞ്ഞ ഖുൽ എന്ന വാക്കും. അതല്ലേ ഖുർആനിൽ മുഴുവനും ഖുൽ കാണുന്നത്? ഖുൽ ഹുവല്ലാഹ്, ഖുൽ ഹുവല്ലാഹ്. അല്ല ഏൽപ്പിച്ച അക്ഷരം പ്രതി വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ മഹാന്മാരായ പ്രവാചകന്മാരെ എത്തിച്ചിട്ടുണ്ട്. ആ നിലക്ക് കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിക്കേണ്ടത് എന്തൊക്കെയുണ്ടോ ഒന്നും മറച്ചു വെക്കാതെ കൃത്യമായി തന്നെ അവർ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, മഹാന്മാരായ പ്രവാചകന്മാർ അവർ സാദിഖീങ്ങളാണ്, സത്യസന്ധരാണ്, അമാനത്ത് നിർവഹിച്ചവരാണ്, ഒരു വൈകല്യങ്ങളും ഇല്ലാത്തവരാണ്, അവരുടെ ഡ്യൂട്ടിയിൽ ഒരു കൃത്രിമവും വരുത്തിയിട്ടില്ലാത്തവരാണ്, സമൂഹത്തോട് മുഴുവനും ഗുണകാംക്ഷ വെച്ച് പുലർത്തിയവരാണ്. ആ പ്രവാചകന്മാരാണ് നമ്മുടെ മോഡലുകൾ, ആ പ്രവാചകന്മാരാണ് നമ്മുടെ മാതൃകകൾ. അതുകൊണ്ട് അവരിൽ പറഞ്ഞതിൽ മുഴുവനും സത്യമാണ്, അതിൽ അല്പം പോലും പൊളിയില്ല. അവർ പറഞ്ഞത് നമ്മളൊന്ന് ആലോചിച്ച് യോഗം കൂടി തീരുമാനിക്കുക. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച ഹദീസുകളൊക്കെ നമ്മളൊന്നിങ്ങനെ ചർച്ച ചെയ്ത് നമുക്ക് ഈ കാലത്തിന് യോജിക്കോ ഫിറ്റാവോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് കുറച്ച് സ്വീകരിക്കാന്ന് പറഞ്ഞാൽ അവന് പ്രവാചകനിലുള്ള വിശ്വാസത്തിൽ നിന്ന് പുറത്താണ് പോകും. അള്ളാഹുവിന്റെ പ്രവാചകനിലുള്ള വിശ്വാസത്തിൽ നിന്ന് പുറത്തേക്കാണ് പോകും, കുഫറിലേക്കാണ് പോകും. അതുകൊണ്ട് ഗൗരവത്തോടുകൂടി അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കേണ്ടതിലൊക്കെ വിശ്വസിക്കുക. ഇനിയും അവരുടെ പ്രത്യേകതകളുണ്ട്, അവരുടെ ബുദ്ധികൂർമ്മതയുണ്ട്, അതുപോലെ തന്നെ അവർ പാപ സുരക്ഷിതരാണ് എന്നതിനെ സംബന്ധിച്ച് പറയാനുണ്ട്. അതുപോലെ തന്നെ മഹാന്മാരായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലേക്ക് നമുക്ക് കടക്കാനുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ മഹാന്മാരായ പ്രവാചകന്മാരുടെ പാത പിൻപറ്റിക്കൊണ്ട് സജ്ജനങ്ങളായി ജീവിക്കുന്ന നല്ലവരിൽ നമ്മയും നമ്മുടെ കുടുംബാദികളെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷയും കാവലും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷമുള്ള സമയമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.